ഇന്നത്തെ ദിവസം ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു ദിവസമാണ്. ഇപ്പോൾ കുറേ ഹാർഡ് വർക്കിൻ്റെയും കുറേ പേരുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഫലമായിട്ട് ഇന്നിപ്പോൾ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. KS മെന്ററിലെ ഓരോ വിജയവും പുതിയ സ്വപ്നങ്ങൾക്ക് ചിറകുണർത്തുന്നു. നമ്മുടെ 144 റാങ്ക് ഹോൾഡേഴ്സ് ഉള്ള SI ലിസ്റ്റിലെ 18 പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ഫീൽ ചെയ്യുന്നത്? പ്രൗഡ്, ഓഫ് കോഴ്സ് പ്രൗഡ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് എത്രത്തോളം നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കടന്ന് നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി ഒക്കെ എക്സ്ട്രാ നമ്മൾ കണ്ടുപിടിച്ച ഒരു എൻഡ്യൂറൻസ് ഉണ്ടാക്കി ഇങ്ങനൊരു പോസ്റ്റിലെത്തുമ്പോൾ സ്വയം പ്രൗഡ് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് ചുറ്റും നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഭയങ്കര ഒരു താങ്ക്സ് തോന്നുന്നു. ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഓബ്വിയസ്ലി പ്രോക്കാസ്റ്റിനേഷൻ ആണ് ഫസ്റ്റ് ചാലഞ്ച് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് റിസോഴ്സസ് കിട്ടുക എന്നുള്ളൊരു സംഭവമാണ്. അത്രയും നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ റിസോഴ്സസ് എന്ത് ചെയ്യണം, അത് സോർട്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിന് കേസ് മെൻറ്റർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡെപ്തിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. എൻ്റെ കേസിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തും. അതുപോലെ തന്നെ ഞാൻ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും കേസ് മെൻറ്റർ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊരു ചലഞ്ചായിട്ട് വരാലോ. അതെ. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കില്ലല്ലോ. അടുത്ത ദിവസം അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ കൺസിസ്റ്റൻസിയുടെ ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഇതിലൊക്കെ ഒരു ചോയ്സ്, ഒരു ലക്കാണ്. നമ്മൾ പഠിക്കുന്ന ഹാർഡ് വർക്കിനേക്കാളും ഉപരി ഒരു സ്മാർട്ട് വർക്കാണ് ഇതിൽ തോന്നിയിട്ടുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. SIയുടെ ആണെങ്കിലും ഫിസിക്കലി ഉള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു മെൻ്റൽ നമ്മളതിനൊരു എന്താ പറയുക, മാനസികമായി തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു തവണ വീണ അവിടെ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര തന്നെ ഉള്ളൂ. ഒരു പെർസീവറൻസ് കൊണ്ട് നടക്കുക. നമ്മളെ തന്നെ ഒരു ഹൈ ലെവൽ പൊസിഷനിൽ കാണുകയാണെങ്കിൽ തന്നെ എല്ലാം സോർട്ടഡ് ആയിക്കോളും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ജേർണിയിൽ ആരോടൊക്കെ താങ്ക്സ് പറയാനുള്ളത്? ഒബ്വിയസ്ലി ദൈവത്തിൻ്റെ അടുത്താണ് നന്ദി പറയാനുള്ളത്. കാരണം എത്തിപ്പെടുമെന്ന് വിചാരിച്ചൊരു സ്ഥലം അല്ല ശരിക്കും പറഞ്ഞാൽ. അതിൽ തന്നെ വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ മാതാപിതാക്കന്മാർ, ഗുരുക്കന്മാർ, അതുപോലെ എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഒരുമിച്ച് പഠിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്തും റെഫർ ചെയ്തൊക്കെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കേസ് മെൻറ്റർ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ പേരോട് നന്ദി പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. പെട്ടെന്ന് ഇപ്പം ഓർമ്മയൊന്നും വരുന്നില്ല. അതാണ്. എന്താണ് ഭാവി പരിപാടികൾ? ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടി? ഇതിൽ തുടരുക എന്നുള്ളതാണ്. ഹയർ പൊസിഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എപ്പോഴും സ്വയം അപ്ഗ്രേഡ് ആവാനുള്ളൊരു ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഘോഷിക്കുന്നത് 18 നിയമപാലകരെ മാത്രമല്ല, നിരവധി കുടുംബങ്ങളുടെ പ്രാർത്ഥനകളും മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകൾക്ക് ചിറകുണർത്തി പുതിയ ജീവിതത്തിലേക്ക് പറന്നുയരുന്ന 18 വിജയഗാഥകളാണ്.